യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒത്തിരി പ്രാർത്ഥനയോടെ ഓരോ ദിവസവും ആരംഭിക്കാൻ കഴിയട്ടെ. എന്നെ ദൈവം അനുഗ്രഹിച്ച ദിവസം ഒരിക്കലും മറക്കാനാകാത്തൊരടയാളമായ ജീവിതത്തിൽ മാറട്ടെ. ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് അതൊരു വലിയ അനുഗ്രഹത്തിന് കാരണമാകട്ടെ. പല കാരണങ്ങളാൽ മനസ്സു വേദനിച്ചിരിക്കുന്നവരുണ്ടാകും. പല കാരണങ്ങളാൽ സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ട്. പല കാരണങ്ങളാൽ മനസ്സിടിഞ്ഞു പോയവരുണ്ട്. 1-ാം തീയതി, ഈ ജൂൺ മാസം 1-ാം തീയതി വേദനിച്ചിരിക്കുന്ന നിങ്ങളോട്, പ്രാർത്ഥിക്കുന്ന നിങ്ങളോട്, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങളോട്, വചനം കേൾക്കുന്ന നിങ്ങളോട് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് കഴിഞ്ഞ മാസങ്ങളിൽ വചനം കേൾക്കാൻ സാധിച്ചതിന്, ഈ പുതിയ മാസം ആരോഗ്യത്തോടെ ആയുസ്സോടെ ആയിരിക്കാൻ കഴിഞ്ഞതിന്, പ്രാർത്ഥനയോടെ ഇന്ന് ആരംഭിക്കാൻ കഴിഞ്ഞതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനം ഇന്ന് കേൾക്കുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യങ്ങളിലും പറഞ്ഞിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതുമാണെങ്കിലും ഒരിക്കൽ കൂടി ആ വാക്കുകളെ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ ദുഃഖങ്ങളും വേദനകളും പ്രശ്നങ്ങളും എത്ര വലുതാണെങ്കിലും, ഇന്ന് അതെത്ര വലുതാണെങ്കിലും, നമ്മളുടെ പ്രശ്നങ്ങളും നമ്മളുടെ വേദനകളും നമ്മുടെ ദുരിതങ്ങളും കഷ്ടതകളും ഇന്ന് എത്ര വലുതാണെങ്കിലും അത് മറന്നു പോകത്തക്ക വിധം ഒരനുഗ്രഹത്തെ തന്ന് ദൈവം നമ്മളെ മാനിക്കും. നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും വേദനകളും ദൈവം എങ്ങനെയാണ് അത് അനുഗ്രഹമാക്കി മാറ്റുന്നത്? നമ്മൾ ആ വേദനകളും ദുഃഖങ്ങളും ഒരു പരിധി വരെ മറന്നു പോകത്തക്ക വിധം അപ്പുറത്തൊരു സ്ഥാനം നൽകി, ഉയർച്ച നൽകി, അനുഗ്രഹം നൽകി ആ ദുഃഖങ്ങളെല്ലാം മറക്കാൻ ദൈവം ഇടവരുത്തും. ഇന്നത് ചിന്തിക്കുവാണ്. വായിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 41-ാമത്തെ വാക്യവും 42-ാമത്തെ വാക്യവും. ഫറവോ തുടർന്നു, ഇതാ ഈജിപ്തു രാജ്യത്തിന് മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഫറവോ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു. അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. കഴുത്തിലൊരു സ്വർണമാല ഇടുകയും ചെയ്തു. അവൻ തൻ്റെ 2-ാം രഥത്തിൽ ജോസഫിനെ എഴുന്നള്ളിച്ചു. പഴയ നിയമത്തിലെ ജോസഫിന് ഒരനുഗ്രഹം ലഭിച്ച കാര്യമാണ് എഴുതിയിട്ടുള്ളത്. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജോസഫിന് ഒത്തിരി ദുരനുഭവങ്ങൾ, കഷ്ടതകൾ, മനോദുഃഖം, ഒറ്റപ്പെടൽ, തള്ളിക്കളയുന്ന അവസ്ഥ ഈ വ്യക്തിക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. ജോസഫിനെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. വസ്ത്രം അഴിച്ചെടുത്ത് കീറിയെടുത്ത് അടിമ വേലക്കാർക്ക് വിറ്റു. ജയിലിൽ കിടക്കേണ്ടി വന്നു. നാണം കെടേണ്ടി വന്നു. ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്നു. ഒരു ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങളിലൂടെയൊക്കെ ജീവിതം കടന്നുപോയി. എല്ലാം ശരിയാണ്. ഒരു സൈഡിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ടുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷെ ദൈവം എങ്ങനെയാണ് ആ വ്യക്തിയെ അതെല്ലാം മറക്കാൻ ഇടവരുത്തിയത്? 41-ാം അധ്യായം 41, 42, 43 വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം. ആ ദുഃഖങ്ങളെല്ലാം, പ്രയാസങ്ങളൊക്കെ, പ്രതിസന്ധികളൊക്കെ മറന്നു പോകത്തക്ക വിധം ഒരു വലിയ പദവിയും സ്ഥാനവും കൊടുത്താണ് ആ ദുഃഖങ്ങളെയൊക്കെ മറക്കാൻ ദൈവം ഇടവരുത്തിയത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ഇന്നലകളിൽ നമ്മൾ അനുഭവിച്ച ദുഃഖങ്ങളും വേദനകളും കഷ്ടതകളൊക്കെ ഉണ്ട്. അതൊക്കെ മറന്നു പോകത്തക്ക വിധം
നമ്മളെ ദൈവവും അനുഗ്രഹിക്കും. എങ്ങനെയാണ് ഇത് നമുക്ക് മനസ്സിലാവുക? ചോർന്നൊലിക്കുന്ന വീടുള്ള ഒരാൾ, ചോർന്നൊലിക്കുന്ന വീടാണ്. മഴ പെയ്യുമ്പോൾ ആ വീടിൻ്റെ മുകളിൽ അവർ ഷീറ്റ് വലിച്ചു കെട്ടാറുണ്ട്. ഇല്ലെങ്കിൽ അവരുടെ ബെഡ്റൂമിലും ഭക്ഷണ സ്ഥലത്തും അടുക്കളയിലൊക്കെയും വെള്ളം വീഴും. അങ്ങനെ അവർക്കത് വലിയ ബുദ്ധിമുട്ടും ഭാരവുമായിരുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ട്, നല്ല വീടില്ലാത്തതിൻ്റെ ദുഃഖം, വീടിനകത്ത് മഴ വന്നാൽ ചോർന്നൊലിക്കുന്ന അവസ്ഥ, എല്ലാം കൊണ്ടും ഭാരമായിരുന്നു. അവരെല്ലാവരും പ്രാർത്ഥിച്ചത് ചോരാത്തൊരു വീടുണ്ടായിരുന്നെങ്കിൽ, ചോർന്നൊലിക്കാത്തൊരു വീട് നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് മാത്രമാണ്. എന്തായാലും നീണ്ട നാളത്തെ കാത്തിരിപ്പും പ്രാർത്ഥനയ്ക്ക് ശേഷം ആ കുടുംബത്തിൽ ചില ദൈവീക നന്മകൾ ലഭിക്കാൻ ഇടയാകുന്ന വിധത്തിലുള്ള നല്ല ജോലിയൊക്കെ ലഭിക്കാനിട വന്നു. കുറച്ച് വർഷങ്ങളെടുത്തു. ജോലിയൊക്കെ ലഭിച്ചു. നല്ല വിചാരിച്ചതിലധികം സാലറിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥാനമായി. ഇപ്പോൾ നല്ലൊരു വീടൊക്കെ വെച്ചു. വലിയൊരു നല്ല വീടാണ്. അപ്പോൾ അവർ ആ വീട് കയറിക്കൂടലിന് ശേഷം അവർ പറഞ്ഞ വാക്കാണിത്: ഞങ്ങൾക്ക് പണ്ട് വീടില്ലായിരുന്നു, ചോർന്നൊലിക്കുന്ന വീട്. ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ ഭയങ്കര ദുഃഖം, വിഷമം, എന്തു ചെയ്യും എന്ന് ചിന്തിക്കും. കൊടുക്കാൻ നല്ലൊരു റൂമോ നല്ലൊരു കട്ടിലോ നല്ലൊരു ഒന്നും തന്നെ നല്ലതായിട്ടില്ല. എല്ലാം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞതും വീഴാറായതും ഒക്കെയാണ്. പക്ഷെ അവർ പറയുവാണ്, ഞങ്ങളുടെ ഇന്നലകളിലെ ദുഃഖമൊക്കെ വലുതായിരുന്നു, പക്ഷെ അതൊക്കെ മറന്നു പോകത്തക്ക വിധം, അതൊക്കെ മാഞ്ഞും മറന്നും പോകത്തക്ക വിധം നല്ലൊരു ഭവനത്തെ നൽകിയ അതൊക്കെ മറക്കാൻ ഞങ്ങളെ ദൈവം ഇടവരുത്തിയത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും ചിന്തിക്കുമ്പം, പ്രാർത്ഥിക്കുമ്പം, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും പറയാം, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ വേദനകൾ നാളെ ഒരു സമയത്ത് മറക്കാൻ ദൈവം ഇടവരുത്തും. എങ്ങനെയായിരിക്കും? എന്നും ഓർക്കുന്ന ഒരു നല്ല അനുഗ്രഹത്തെ തന്നായിരിക്കും. എന്നും ഓർക്കുന്ന നല്ലൊരു സ്ഥാനം, നല്ലൊരു പദവി, നല്ലൊരു ഭവനം, നല്ലൊരു ജീവിതം ഒക്കെ തന്നായിരിക്കും ഇന്നനുഭവിക്കുന്ന പല ദുഃഖങ്ങളെയും നാളുകളിൽ അത് മറക്കാൻ ദൈവം ഇടവരുത്തുന്നത്. എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും മറന്നുപോകത്തക്ക വിധം ഒരു സന്തോഷം, ഒരു സമാധാനം, ഒരു ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, യാത്രകളിൽ എല്ലാം ഉണ്ടായിരിക്കട്ടെ. ഈ 1-ാം തീയതി നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സുകൊണ്ട് ദൈവനാമത്തിൽ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ വചനം കേൾക്കുന്ന നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ. സമാധാനവും സ്വസ്ഥതയും ദൈവം തരട്ടെ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും ദൈവം നൽകട്ടെ. നല്ല ഭവനങ്ങളിൽ താമസിക്കാൻ, നല്ല വീട് പണിയാൻ, നല്ല വാഹനം മേടിക്കാൻ, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാൻ, നല്ല ജോലി ലഭിക്കാൻ, നല്ലൊരു ആത്മീയത ഉണ്ടാകാൻ, നല്ലൊരു സ്വഭാവം ലഭിക്കാൻ എല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ തരത്തിലുള്ള മാനസിക ദുഃഖങ്ങൾ, ഒറ്റപ്പെടൽ എല്ലാം മാറിപ്പോകട്ടെ. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇന്നുവരെ അനുഭവിച്ച സകല ദുഃഖങ്ങളും, സകല പ്രയാസങ്ങളും, മനോദുഃഖങ്ങളും മറന്നുപോകത്തക്ക വിധം അത് മറക്കാനിടവരും. അപ്പുറത്തു ദൈവം ഒരു അനുഗ്രഹം തന്നൊരു പദവി തന്നൊരു ജീവിതം തന്ന് ഒരു ജോലി തന്നൊരു വീട് തന്നൊക്കെ അനുഗ്രഹിക്കുമ്പോൾ ഇന്നലെ വരെ അനുഭവിച്ച ദുഃഖങ്ങൾ മറക്കാനിടവരും. ആ വിധത്തിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.